മിക്സ് ചെയ്ത ബൈനറി എക്സ്പ്ലോസീവുകൾ കാറിന്റെ ഡിക്കിയിൽ വെച്ച് യാത്ര ചെയ്യുമ്പോൾ മറ്റൊരു കാർ പിന്നിൽ വന്ന് ഇടിച്ചാൽ വൻ സ്ഫോടനം ഉണ്ടാകുമോ? ഈ മിത്ത് സത്യമാണോ എന്ന് നമുക്ക് പരിശോധിക്കാം. എന്താണ് ബൈനറി എക്സ്പ്ലോസീവ്? ഇവ പ്രധാനമായും രണ്ട് ഭാഗങ്ങൾ ചേർന്നതാണ്. ഒന്ന് ഓക്സിഡൈസർ, രണ്ട് കാറ്റലിസ്റ്റ്. ഇവ രണ്ടും വെവ്വേറെ ഇരിക്കുമ്പോൾ തികച്ചും സുരക്ഷിതമാണ്. ഇവയിലേക്ക് വെടിയുണ്ട പ്രയോഗിച്ചാൽ പോലും സ്ഫോടനം ഉണ്ടാകില്ല. എന്നാൽ ഇവ രണ്ടും മിക്സ് ചെയ്ത ശേഷം ഒരു വെടിയുണ്ട പ്രയോഗിച്ചാൽ അത് ശക്തമായി പൊട്ടിത്തെറിക്കും. പരീക്ഷണ ഘട്ടങ്ങൾ. 1. 60 മൈൽ വേഗതയിലെ ആഘാതം. ആദ്യം 50 അടി ഉയരത്തിൽ നിന്ന് ഒരു കാർ താഴെയുള്ള മറ്റൊരു കാറിന്റെ ഡിക്കിയിലേക്ക് അവിടെ 50 പൗണ്ട് സ്ഫോടക വസ്തുക്കൾ ഉണ്ടായിരുന്നു വീഴ്ത്തി. ഏകദേശം 60 മൈൽ വേഗതയിലുള്ള ആഘാതമായിരുന്നു ഇത്. പക്ഷേ സ്ഫോടനം നടന്നില്ല. 2. അതിശക്തമായ റോക്കറ്റ് പരീക്ഷണം അടുത്ത ഘട്ടത്തിലേക്ക് മാറ്റി. ഇത്തവണ 200 പൗണ്ട് ബൈനറി എക്സ്പ്ലോസീവ് കാറിന്റെ ഡിക്കിയിൽ വെച്ചു. മറ്റൊരു കാറിനെ 10 റോക്കറ്റുകൾ ഘടിപ്പിച്ച് മണിക്കൂറിൽ 300 മൈൽ വേഗതയിൽ ഈ കാറിലേക്ക് ഇടിച്ചു കയറ്റി. ഇത്രയും വലിയ ആഘാതമുണ്ടായിട്ടും അവിടെ സ്ഫോടനം നടന്നില്ല. വെറും പൊടിപടലങ്ങളും തകർന്ന ലോഹഭാഗങ്ങളും മാത്രമാണ് കാണാൻ കഴിഞ്ഞത്. ഒരു കാർ അപകടം കൊണ്ട് മാത്രം ബൈനറി എക്സ്പ്ലോസീവുകൾ പൊട്ടിത്തെറിക്കില്ല. അതിന് അതിവേഗത്തിലുള്ള ഒരു വെടിയുണ്ട, ഹൈ വെലോസിറ്റി ബുള്ളറ്റ് തന്നെ ആവശ്യമാണ്. അതുകൊണ്ടാണ് സിനിമകളിൽ ഹോളിവുഡ് ഇത് ഇത്രയധികം ഉപയോഗിക്കുന്നത്.